ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്. നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കാം. മൂന്ന് വട്ടമായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ഇത് നല്ലോണം പതഞ്ഞ് വരണ വരെ ബീറ്റ് ചെയ്യാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് പൗഡേർഡ് ഷുഗർ കുറച്ച് ശേഷമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ 3 ടൈംസ് ആയിട്ട് ഈ ഫ്ലോർ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് പാലും അതിനോടൊപ്പം 1 ടീസ്പൂണ് മിൽക്ക് കൂടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ടൊരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് പോകാനായിട്ടാണ്. ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും ടൂട്ടി ഫ്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഗ്യാസും ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനോട് റിങ് ഇറക്കി അതിന് മുകളിലോട്ട് ഈ കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം. ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ്സ്
ബേക്ക് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓവനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണത് 250 ml കപ്പാണ്. പൗഡർ ഷുഗർ 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഷുഗർ മിക്സഡ് ജാറിലിട്ട് പൊടിച്ചിട്ട് അതാണ് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. മിൽക്ക് 1/4 കപ്പും 1 ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. ഈ കേക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചോളൂ.